ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു സങ്കടം പറയാനുണ്ട്. ഇത്രയും നാളും ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇടക്കിടക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഒരു ഷോറൂമിൽ നിന്നും എന്നെ വ്ളോഗ് ചെയ്യാൻ ഒന്നിനും എന്നെ വിളിക്കുന്നില്ല. എനിക്കതിൽ സങ്കടമല്ല. കാരണം വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും കമ്മീഷൻ ബേസ് ചെയ്യാമെന്നാണ് കൂടുതലും ആളുകൾ പറയുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ പല ഷോറൂമിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആദ്യത്തെ ഒരു 3 വണ്ടി പോകുന്ന സമയത്ത് ഇവർ നമുക്ക് കമ്മീഷൻ തരും. വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ വീഡിയോ കണ്ട് വന്ന് വണ്ടി എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ കമ്മീഷനോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയിട്ടില്ല. ബിക്കോസ് അവർ മനസ്സറിഞ്ഞ് തരുമെന്നാണ് വിചാരിച്ചത്. കസ്റ്റമറും തരാറില്ല, അതുപോലെ തന്നെ ആ ഷോപ്പിലെ ഓണർ നമുക്ക് തരാറില്ല. അപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു സങ്കടമൊന്നുമല്ല. കാരണം ഇപ്പം ഇങ്ങനെ ഒരു ട്രോൾ എനിക്കെതിരെ വന്നപ്പോഴത്തേക്കും എന്നെ ഇപ്പോൾ ആളുകൾ വിളിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഒരുപാട് ഡീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും വീണ്ടും കുറേ വള്ളി പിടിച്ച് ഇങ്ങനെ പോണേന്നുള്ളത് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടൊന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനത് റിസ്ക് എടുക്കാൻ തയ്യാറായി. എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് തന്നെ. വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം റിസ്ക് ഉണ്ട്. പിന്നെ എക്സ്പീരിയൻസ് വേണം. എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ റിസ്ക് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. കാരണം എന്നെ തട്ടിക്കളയുമെന്ന് വരെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മേ ബി എൻ്റെ ഒരു മനസ്സുകൊണ്ടിട്ടായിരിക്കാം മേ ബി. കാരണം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അടിച്ചമർത്താനായിട്ടും അതുപോലെ തന്നെ ചവിട്ടി താഴ്ത്താനായിട്ടും ഒരുപാട് ആൾക്കാർ എന്തായാലും ഉണ്ടാവും. എൻ്റെ അക്കൗണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സ്റ്റാൻഡേർഡ് ആയിരുന്നു. കാരണം ഞാൻ ഒരു സാധാ ഒരു രീതിയിൽ തന്നെയാണ് ഞാനെപ്പോഴും വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ സംസാരിക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്രോൾ വീഡിയോ വന്നതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലോക്കൽസ് എൻ്റെ അക്കൗണ്ടിൽ കയറി നിരങ്ങുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോഴും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിതിപ്പോൾ ഇങ്ങനൊരു സങ്കടം എന്ന് പറയുമ്പോഴത്തേക്കും ആരും ഏറ്റെടുക്കാനൊന്നും പോലുള്ള, ആരും ഇതിനെ പറ്റിയിട്ട് പറയാനും പോലുള്ള, സംസാരിക്കാനും പോലുള്ള. പക്ഷെ നേരെ മറിച്ച് ചെറിയൊരു കാര്യം ഇങ്ങനെ ഇത്രയും വലുതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും അത് വിശ്വസിക്കും. കാരണം കുറേ ആൾക്കാർ മലയാളികളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനത് പല വീഡിയോസ് കാണുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ ചതിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോളോവേഴ്സും അതുപോലെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുമാണ് ചതിക്കപ്പെടുന്നത്. എനിക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് എന്തൊരു സംഭവം ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 3 CR ഒരു ഡീല് വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് അത്രയും വലിയൊരു ഡീല് വന്നുകൊണ്ടിട്ട് റിസ്ക് അല്ല, ഏറ്റെടുത്ത് ചെയ്യാൻ എനിക്ക് പേടിയായിട്ടല്ല. എന്നാൽ പോലും എനിക്കറിയാൻ പാടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവുമായിരിക്കും ഈ ഒരു മേഖലയിൽ. അപ്പോൾ പുള്ളി അത്രയും ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, കുറേ കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ഡീലിൻ്റെ അടുത്ത് സംസാരിച്ച് വന്നത് തന്നെ. അപ്പോൾ എനിക്കെന്തോ നിങ്ങളോട് ചോദിക്കണമെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഞാൻ ചോദിച്ചത് തന്നെ. പല ആൾക്കാരും പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്നിട്ട് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നോക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കണം എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ആ വീഡിയോയുടെ താഴെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവാണ്. നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെങ്കിലും ഒരു ഡേ നമ്മൾ വിജയിക്കും. കാരണം ഇന്ന് വരെ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ ലൈവായിട്ട് പറ്റിക്കുന്നത്, നേരിൽ കണ്ടിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ നമ്മൾ എടുത്തൊരു തീരുമാനമാണ്, ഞാൻ മുഖാന്തരം ഒരു കസ്റ്റമറും പറ്റിക്കപ്പെടാൻ പാടില്ല, ആരെയും ഞാനായിട്ട് പറ്റിക്കാനും നിൽക്കില്ല എന്നുള്ള ഞാൻ തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ ഞാൻ നിൽക്കുന്നത്. അത് തന്നെ ഇരിക്കും ഇനി അങ്ങോട്ടുള്ള എൻ്റെ മുന്നോട്ടുള്ള പോക്കും അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അത് ചെറിയ കാര്യം ഇപ്പോൾ വലുതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്, അവരുടെ ആ കാര്യം എന്താണെന്ന് ആരും ചിന്തിക്കൂല. തളർത്തുമ്പോൾ എല്ലാവരും കൂടെ ഒറ്റയടിക്കായിരിക്കും തളർത്തുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു നേര് തിരിച്ചറിയുമ്പോഴത്തേക്കും അയ്യോ ഞാനന്ന് അവളെ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാനന്ന് അവളെ ഇങ്ങനെ പറഞ്ഞല്ലോ, കുറ്റപ്പെടുത്തിയല്ലോ എന്ന് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇപ്പം എൻ്റെ കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് നമ്മൾ നേരായ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിപ്പോൾ നിങ്ങളോട് ഈ ഒരു കമ്മീഷൻ ബേസിൽ എനിക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ രീതിയിൽ. അത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അതിപ്പോൾ കച്ചവടമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടിയാണെന്നുണ്ടെങ്കിലോ
എന്തോ ആയിക്കോട്ടെ, കച്ചവടമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും പല ഷോപ്പിൽ പോയിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അറിയുന്നില്ല, എനിക്ക് കമ്മീഷനും കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് പണി കിട്ടി കഴിയുമ്പോഴത്തേക്ക് കൊച്ചിക്കാരിയുടെ വീട് കണ്ടിട്ടാണ് പോയി വണ്ടി എടുത്തതെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് വല്ല കാര്യം ഉണ്ടോ? ഞാൻ മുഖാന്തരം വണ്ടി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു തരാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റും. പക്ഷെ ആ സമയത്ത് ഞാൻ അറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോറി ഇട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെൻഷൻ ചെയ്തിടുക. ഓക്കെ.